ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഫുൾ മൂണിൻ്റെ കളക്റ്റീവായിട്ടുള്ള എനർജി അപ്ഡേറ്റ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനു മുമ്പ് ഇന്ന് ഹോളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹോളി. ഇന്ന് ഫുൾ മൂണാണ്. ഫുൾ മൂണിൻ്റെ കൂടെ ചന്ദ്രഗ്രഹണവുമുണ്ട്. ചന്ദ്രഗ്രഹണം വന്നിട്ട് മിഡ് നൈറ്റിലാണ്. ഓൾമോസ്റ്റ് 2:20 AM കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ. അത് ഇന്ത്യയിൽ വിസിബിൾ അല്ല. അപ്പോൾ ഇന്നത്തെ ഫുൾ മൂൺ എന്ന് പറയുന്നത് ബ്ലഡ് മൂൺ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു എനർജിയുടെ ഒരു എഫക്റ്റ് ട്വിൻ ഫ്ലെയിംസിലും സ്പിരിച്വൽ അവേക്കനിങ്ങിലുള്ളവർക്കും എന്താണെന്ന് കളക്റ്റീവ്ലി മനസ്സിലാക്കാൻ ശ്രമിക്കുക. കളക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ റിലീസിങ് ദ ഓൾഡ് പാറ്റേൺസ്, കാർമിക് പാറ്റേൺസ്, പാസ്റ്റ് ലൈഫ് ലവേഴ്സിൻ്റെ ഒരു എൻട്രി ലൈഫിൽ, സേക്രഡ് ചക്രയുടെ ഒരു അപ്ഗ്രഡേഷൻ, ഹാർട്ട് ചക്ര ഓപ്പണിംഗ്, കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജി, ബ്ലെസ്സിങ്സ്, ഇത്രയുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ കളക്റ്റീവിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഉള്ളവരാണെങ്കിൽ ഡിവൈൻ ഫെമിനൈന് റിലീസിങ് ദ ഓൾഡ് പാറ്റേൺസ് ആണ്. അത് കളക്റ്റീവായിട്ടാണ് നടക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ടൊക്കെ ജേർണിയിലുള്ളവരാണ്, അല്ലെങ്കിൽ 2 വർഷമായിട്ട് ജേർണിയിലുള്ളവരാണെങ്കിൽ ഇത്ര നാൾ അവർ ഓരോ ഇഷ്യൂസായിട്ട് അല്ലെങ്കിൽ ഓരോ പാറ്റേൺസിൽ ഓരോ കാര്യങ്ങളായിട്ട് അതിനെ മനസ്സിലാക്കി അതിനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഇന്ന് തൊട്ട് ഒരു ഇമോഷണൽ ഇംബാലൻസ് വരികയും പിന്നെയും കളക്റ്റീവായിട്ട് ഉള്ള ഇഷ്യൂസ്, അതായത് ആ പാറ്റേൺസിൽ ഇനി എന്തൊക്കെ ബാലൻസ് ഉണ്ടോ അത് ഗ്രൂപ്പായിട്ട് റിലീസ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ കാർമിക് പാറ്റേൺസ് സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിപ്പം കറണ്ട് ലൈഫ് പാർട്ട്ണർ ആവണം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവണമെന്നൊന്നുമില്ല. അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളുടെ ചുറ്റും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാർമിക്, ഒന്നല്ല മൾട്ടിപ്പിൾ കാർമിക് പാറ്റേൺസ്, റിലേഷൻഷിപ്സ്, ജോലികൾ, സിറ്റുവേഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു ട്രിഗേഴ്സ് കിട്ടാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ അതിനെ അറ്റ് എനി കോസ്റ്റ് റിലീസ് ചെയ്യേണ്ടി വരും. ഇതിനെ ഇനി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് വരികയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കംഫർട്ട് സോണിനെ പിന്നെയും ബ്രേക്ക് ചെയ്യാനായിട്ട് ഫെമിനൈൻ എനർജി റെഡിയാവുകയാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് യൂണിവേഴ്സൽ എനർജികൾ നമ്മളെ എത്തിക്കുകയാണ്. അടുത്തതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പാസ്റ്റ് ലൈഫ് ലവേഴ്സിൻ്റെ എനർജീസ് സ്റ്റിൽ നമ്മളുടെ ചക്രാസിൽ ഹോൾഡ് ഓൺ ആകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ലൈഫിലേക്ക് തിരിച്ചു വരാം. അത് നമുക്ക് മേ ബി പണ്ട് മുതലേ അറിയാവുന്ന ആൾക്കാരായിരിക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു കണക്ഷൻ ലൈഫിലേക്ക് വരികയും ഭയങ്കര അട്രാക്ഷൻ തോന്നുക, അതല്ലെങ്കിൽ അതിനെ എങ്ങനെ റിലീസ് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ഫെമിനൈൻ എനർജീസ് ആണെങ്കിൽ അവർക്കുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് പറഞ്ഞാൽ ഗോ വിത്ത് ദ ഫ്ലോ ആൻഡ് കോഡ് കട്ട് ചെയ്യുക. എഗെയിൻ ഇതൊരു ടെസ്റ്റാണെന്ന് മനസ്സിലാക്കുക. ഡിവൈൻ്റെ ടെസ്റ്റാണ്. അതായത് നിങ്ങളുടെ ജേർണിയെ നിങ്ങളുടെ മസ്കുലൈൻ എനർജിയുമാണോ ചൂസ് ചെയ്യുന്നത്, ഓറൽസ് ഇൻസ്റ്റൻ്റ്ലി ആ ഒരു അട്രാക്ഷനിലേക്ക് വന്നിട്ട് പിന്നെയും ജേർണിയുടെ ഫോക്കസ് മാറ്റിമറിക്കുമോ എന്നുള്ള ഒരു ടെസ്റ്റ് നടക്കുന്ന ഒരു സമയമാണ്. സോ അങ്ങനെ ആരെങ്കിലും ലൈഫിൽ വരികയാണെങ്കിൽ മനസ്സിലാക്കുക അതൊരു കർമ്മം മാത്രമാണ്. ആൻഡ് ആ കർമ്മത്തെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ എനർജറ്റിക് ഫീൽഡിൽ നിന്നും എനിക്ക് ആ ഒരു കർമ്മത്തെ റിലീസ് ചെയ്തേ പറ്റത്തുള്ളൂ. ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ എനർജീനെ ടേക്ക് ബാക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരുമ്പോൾ ഞാൻ എൻ്റെ ഡിവിനിറ്റീൻ്റെ അടുത്ത ലെവലിലേക്ക് ഞാൻ എത്തപ്പെടുകയാണെന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് പറയുമ്പോൾ പ്രത്യേകിച്ചും സേക്രൽ ചക്ര അപ്ഗ്രഡേഷനാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ എനർജീസ് സർപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ആൻഡ് പാസ്റ്റ് റിലേഷൻഷിപ്സിൽ നിന്നുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പെയിൻഫുൾ മെമ്മറീസ് അബൌട്ട് ദ സെക്ഷുവൽ ലൈഫ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അബ്യൂസിൻ്റെ തരത്തിൽ, അല്ലെങ്കിൽ
ഒരു ബോഡി ഷെയ്മിങ്ങിൻ്റെ തരത്തിലുണ്ടെങ്കിൽ അത് സർഫേസിൽ വരുന്ന ഒരു സമയമാണ്. എഗെയിൻ ഇതും റിലീസ് ആവാനായിട്ട് തന്നെയാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സർഫേസിൽ വരികയാണ്, ഭയങ്കരമായിട്ടൊരു സെക്ഷുവൽ ഏർജ് അല്ലെങ്കിൽ സെക്ഷുവൽ ഡിസയേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ മനസ്സിലാക്കുക അത് സപ്രസ്ഡ് എനർജി മാത്രമാണ്. ആൻഡ് യൂണിവേഴ്സിനാൽ ആ ഒരു സേക്രൽ ചക്ര അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനെ റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, കുറച്ചുകൂടെ ഒരു ഫിസിക്കൽ എക്സസൈസ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് യോഗയാവാം, ഫിസിക്കൽ എക്സസൈസ് ആവാം, വാക്കിംഗ് ആവാം, ഗ്രൗണ്ടിങ് ആവാം. കൂടുതലായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഈ ഒരു എനർജി സർഫേസിൽ വരുമ്പോഴൊക്കെയും മനസ്സിലാക്കുക ഇതൊരു നിങ്ങളുടെ ഒരു ക്രിയേഷൻ്റെ എനർജിയിലേക്ക് പോകാനുള്ള എനർജിയാണ്. അതായത് നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു എനർജിയാണ്. സോ ആ സോൾ പർപ്പസിലേക്ക് എവിടെയാണ് നിങ്ങൾ കണക്ട് ചെയ്യാതെ ഇരിക്കുന്നത്, സ്റ്റിൽ ആ ഒരു ഹോൾഡ് ഓൺ ചെയ്യുന്ന ആ ഒരു എനർജി, അതിനെ മനസ്സിലാക്കിയിട്ട് അവിടേക്ക് കുറച്ചുകൂടെ എഫേർട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഒരു എനർജീനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലൈഫ് പർപ്പസ് ആൻഡ് സോൾ പർപ്പസിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് ഇനീഷ്യൽ സ്റ്റേജിലായിട്ടുള്ള ഡിവൈൻ ഫെമിനൈൻസ് ആണെങ്കിൽ അവർക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടാസ്കുകൾ യൂണിവേഴ്സിനാൽ തരുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒട്ടുവേ ഒരു ടൈമില്ലായ്മ ഫീലാവാം. അതല്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതായത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായിരിക്കാം. സോ ഇവിടെ ഈ ഒരു ഡിവൈൻ ഫെമിനൈന് തൻ്റെ എനർജീനെ ബാലൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് യൂണിവേഴ്സ് ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഗോ വിത്ത് ദ ഫ്ലോ. ഇവിടെയും എത്ര കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾക്ക് ഗിൽട്ടാവാതെ എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് ബ്ലെസ്സിങ് കൊടുത്തുകൊണ്ട് സെൽഫ് ലവിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് സോൾ പർപ്പസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഫെമിനൈൻ എനർജീസിനും ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പർപ്പസുകളെന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ഹയസ്റ്റ് ടൈം ലൈനിലേക്ക് എത്താനായിട്ടുള്ള നെക്സ്റ്റ് ലെവലിലുള്ള സോൾ പർപ്പസുകൾ തരുന്നതായിരിക്കാം. ഇവിടെ മേ ബി ഒരു ചെറിയൊരു തരത്തിലൊരു സോളാർ പ്ലെക്സിസ് ചക്രയുടെ ഇംബാലൻസ്, അതായത് ഒരു സെൽഫ് എർത്ത് ഇഷ്യൂസൊക്കെ സ്റ്റിൽ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ സർഫേസിൽ വരുന്നതായിരിക്കും. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ബീയിങ് എ ഡിവൈൻ ഫെമിനൈൻ നിങ്ങൾക്ക് ആ ഒരു പവറുണ്ട് നിങ്ങളുടെ ആ ഒരു ഹയസ്റ്റ് വേർഷനിൽ എത്താനായിട്ട്. ആൻഡ് എൻറ്റയർ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഓൺലി തിങ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിനെ വിട്ടിട്ട് ആ ഒരു ടാസ്കിനെ അല്ലെങ്കിൽ ആ ഒരു അൺകംഫർട്ടബിലിറ്റീനെ ഫേസ് ചെയ്യുമ്പോൾ ദ ബെസ്റ്റ് വേർഷനിൽ എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു എനർജീസ് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നത്. ആൻഡ് ഡിവൈൻ മസ്കുലൈൻ്റെ എനർജി, കളക്റ്റീവ്ലി ഡിവൈൻ മസ്കുലൈൻസ് ഓൾറെഡി ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള അവേക്കനിങ് പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഇമോഷണൽ ഇംബാലൻസ് ആവുന്ന ഒരു സമയമായിരിക്കും. ചന്ദ്രഗ്രഹണത്തിൻ്റെയും കൂടെ എഫക്റ്റ് അവരിൽ ഇനിയും കൂടുതലായിട്ടൊരു ഇമോഷണൽ ഇംബാലൻസ് കൊണ്ടുവരും. ഒരു പക്ഷേ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഈ ഒരു ജേർണീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ അവർക്ക് ആ ഒരു ഇന്നർ നോയിങ് വരും. ഈ ഒരു കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത് ആൻഡ് ഞാൻ എവിടെയാണ് ഹോൾഡ് ചെയ്യുന്നത്, എൻ്റെ ഒരു ലൈഫിൽ ഗ്രോത്ത് വരാത്തതിൻ്റെ മെയിൻ റീസൺ എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് DMസിൻ്റെ എനർജി കടക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ അവർ സെൽഫ് ലവിലേക്ക് വരുന്ന ഒരു സമയം, തൻ്റെ കൗണ്ടർ പാർട്ടിനെ തിരിച്ചറിഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയം, ഈ ഒരു ജേർണീനെ തിരിച്ചറിഞ്ഞാലും ഫിയർ ബേസ്ഡ് എനർജിയിൽ സ്റ്റിൽ നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ ഇതൊക്കെ ഡിവൈൻ മസ്കുലൈൻ്റെ ടാസ്ക് ആണെന്ന് മനസ്സിലാക്കുക. ടു ലെറ്റ് ഗോ, ആ ഒരു ഫിയറിനെ ഫേസ് ചെയ്യുക എന്നുള്ളത്, ടു ഹീൽ ദെംസെൽഫ്, അവരുടെ ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് വരേണ്ടതുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടതൊക്കെയും അത് യൂണിവേഴ്സ് അതാത് പാഠങ്ങൾ കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നാൽ അവരുടെ ഒരു ഇമോഷണൽ ഇംബാലൻസ്, ഫിയർ ബേസ്ഡ് എനർജി പലപ്പോഴും മേ ബി ഇവിടെ ഡിവൈൻ ഫെമിനൈൻസ് മിറർ സോൾ ആയതുകൊണ്ട് പിക്ക് ചെയ്യുന്നുണ്ടാവാം. പെട്ടെന്ന് ഒരു ഫിയർ വരുന്നുണ്ട്, പെട്ടെന്നൊരു ഇമോഷണൽ ഇംബാലൻസ് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജിയാണ്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള എനർജീസ് പെട്ടെന്ന് നമ്മളിലേക്ക് സർഫേസ് ചെയ്ത് വരികയാണ്, പിക്ക് ചെയ്ത് വരികയാണെങ്കിൽ അതിനെ സർപ്രസ് ചെയ്യേണ്ട. അങ്ങനെ ആ ഒരു ഫീലിംഗ് വരുന്ന സമയത്ത് ഒരു 10 to 15 minutes ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അറ്റ്ലീസ്റ്റ് ഒരു 15 minutes. ആൻഡ് ആ ഒരു എനർജീസിനെ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ആൻഡ് ഈ പറഞ്ഞ പോലെ കംപ്ലീഷൻ ആൻഡ് ബ്ലെസ്സിങ്സിൻ്റെ എനർജിയുമുണ്ട്. ഇതുവരെ എത്രത്തോളം എഫേർട്ട് നമ്മൾ നമ്മളുടെ സ്പിരിച്വൽ ജേർണിയിൽ സ്പിരിച്വൽ അസെൻഷനായിട്ട് ഇന്നർ വർക്കിലൂടെ നമുക്ക് നമ്മളുടെ എനർജീസിനെ ഹീൽ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ അനുസരിച്ച് ആ ഡിവൈൻ ഫെമിനൈൻസിന് ഓരോ ബ്ലെസ്സിങ്സ് കിട്ടാൻ പോകുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ രൂപത്തിലാവാം, ഒരു കാർമിക് ക്ലിയറൻസിൻ്റെ രൂപത്തിലാവാം, ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിൻ്റെ രൂപത്തിലാവാം. അതൊരു സ്പിരിച്വൽ ജേർണിയിൽ സ്പിരിച്വൽ അസെൻഷനിൽ നെക്സ്റ്റ് സ്പിരിച്വൽ ഗിഫ്റ്റിനെ അൺലോക്ക് ചെയ്യുന്ന ഒരു സമയമാവാം. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റുകളൊക്കെ റിസീവ് ചെയ്യുമ്പോഴും അതിന് അത്രയും താങ്ക്ഫുള്ളായിട്ടിരുന്നു കൊണ്ട് ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെയും എന്നെ എൻ്റെ ഹയസ്റ്റ് വേർഷനിൽ എത്തിക്കാനായിട്ടും എൻ്റെ ജേർണീനെ കംപ്ലീറ്റ് ചെയ്യിക്കാനായിട്ടുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സറണ്ടർ ചെയ്തുകൊണ്ട് ഈ ജേർണിയിൽ മുമ്പോട്ട് പോവുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു കളക്റ്റീവ് എനർജി റെസനേറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.